ഇന്ന് നമുക്ക് ഒഡല റെയിൽവേ സ്റ്റേഷൻ എന്ന തെലുങ്ക് സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒഡല എന്ന ഗ്രാമം, അവിടെ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിയുന്ന പെൺകുട്ടികൾ എല്ലാവരും ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുന്നു. അതിനു പിന്നിൽ സീരിയൽ കില്ലർ ആണെന്ന് നാട്ടിലാകെ വ്യാപിക്കുകയാണ്. പെൺകുട്ടികളെ എല്ലാവരെയും കടത്തിക്കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ അവർക്ക് ആദ്യ രാത്രി അവരുടെ ഭർത്താവ് എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ച് മനസ്സിലാക്കി അതെല്ലാം അവരോട് ചെയ്താണ് ക്രൂരമായി കൊലപ്പെടുത്തുന്നതും. ഇതിനു പിന്നിൽ യഥാർത്ഥത്തിൽ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ ഒഡല എന്ന ഗ്രാമമാണ് കാണിക്കുന്നത്. ആ ഗ്രാമത്തിൽ ഒരു സ്ത്രീ ഒരാളുടെ തലയും വെട്ടിയെടുത്ത് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തും. ആ കാഴ്ച കണ്ട് പോലീസുകാർ തന്നെ ഞെട്ടിപ്പോകുന്നു. അടുത്ത ദിവസം അവിടുത്തെ ഒരു പഴയ കിണറ്റിൽ നിന്നും ആ സ്ത്രീ തലവെട്ടിയെടുത്ത ആളില്ലേ, അയാളുടെ ഉടൽ കിട്ടുന്നു. സംഭവ സ്ഥലത്തേക്ക് IPS ട്രെയിനിങ്ങിനായി എത്തിയ നായകനായ അനുദീപും എത്തുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നതും. അനുദീപ് ട്രെയിനിങ്ങിനായിട്ട് ഒഡലയിലേക്ക് എത്തിയ സമയം. ആ ഒരു വിവരമെല്ലാം തന്റെ കാമുകിയെ ഫോൺ വിളിച്ച് അനുദീപ് പറയുന്നുമുണ്ട്. അതിനുശേഷം പുതുതായി വിവാഹം കഴിച്ച മാധവിയെയും വെങ്കടേഷിനെയും കാണിക്കും. അവരുടെ ശാന്തി മുഹൂർത്തമായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ രാത്രിയാകുവാനായിട്ട് രണ്ടാളും കാത്തിരിക്കുകയായിരുന്നു. ഇവരുടെ വീടിനടുത്താണ് ഭാര്യയും ഭർത്താവുമായ രാധയും തിരുപ്പതിയും താമസിക്കുന്നത്. ഇവർ ആ നാട്ടിലുള്ളവരുടെയൊക്കെ തുണിയൊക്കെ അലക്കി അയൺ ചെയ്ത് കൊടുക്കലാണ് പതിവ്. അതാണ് അവരുടെ തൊഴിലും. ആ ഗ്രാമത്തിന്റെ തലവനും ഇവരിൽ നിന്നാണ് തുണികളൊക്കെ അലക്കി വാങ്ങാറ്. തിരുപ്പതിയുടെ സഹോദരനായ ചന്തുവിന് ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവൾ അവർക്കൊപ്പം നിൽക്കുന്നുമുണ്ട്. വിവാഹം കഴിക്കുവാനായി തീരുമാനിച്ചിരിക്കുകയാണ്. അന്ന് രാത്രിയായി. മാധവിയും വെങ്കടേഷും ശാന്തി മുഹൂർത്തം ആരംഭിച്ചതിൽ ഏറ്റവും കൂടുതൽ വിഷമം വിവേക് എന്ന പയ്യനായിരുന്നു. കാരണം അവന് മാധവിയെ ഇഷ്ടമായിരുന്നു. അവനെ തേച്ചിട്ടാണ് ഈ മാധവി ഇപ്പോൾ വെങ്കടേഷിനെ കെട്ടിയതും. തന്റെ കൂട്ടുകാരോട് മാധവിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നു അന്ന് രാത്രി. മാത്രമല്ല മദ്യപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ കൂട്ടുകാരാണെങ്കിൽ അവനെ ഒരുപാട് കളിയാക്കും. അതുകൊണ്ട് തന്നെ വിവേകിന് മാധവിയോട് വല്ലാതെ ദേഷ്യം വരും. എന്നാൽ അടുത്ത ദിവസം മാധവിയുടെ ഡെഡ് ബോഡി ഒരു സ്ഥലത്ത് നിന്നും കണ്ടുകിട്ടുകയാണ്. നാട്ടുകാരെല്ലാവരും അവിടേക്ക് എത്തും. രാധയും തിരുപ്പതിയും വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്കും പോകുന്നുണ്ട്. എന്നാൽ ചന്തു വല്ലാതെ ടെൻഷനിലിരിക്കുകയായിരുന്നു. സംഭവ സ്ഥലത്തേക്ക് അനുദീപും കൂട്ടരും എത്തും. ബോഡി പരിശോധിച്ചതിൽ നിന്നും റേപ്പ് ചെയ്യപ്പെട്ടാണ് മരണം സംഭവിച്ചതെന്നും അവർക്ക് മനസ്സിലായി. മാത്രമല്ല അവിടെ ആകെ പരിശോധിച്ചപ്പോൾ ഒരു ഫുട് പ്രിന്റും കിട്ടി. മാധവിയുടെ ഭർത്താവിനെ ചോദ്യം ചെയ്ത സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൾക്ക് പഴയൊരു കാമുകനുണ്ട് വിവേക്, അവനായിരിക്കും ഇതിന് പിന്നിലെന്നും മാധവിയുടെ ഭർത്താവ് പറഞ്ഞു. ഉടനെ തന്നെ വിവേകിനെ കൊണ്ടുപോയി ചോദ്യം ചെയ്യും. SI അവനെ ഒരുപാട് തല്ലുന്നു. അനുദീപ് തല്ലണ്ട, ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും SI ആണെങ്കിൽ അവനോട് പറയുന്നത് നീ ട്രെയിനിങ്ങിനെത്തിയതല്ലേ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എന്നായിരുന്നു. അനുദീപിന്റെ മുന്നിൽ വെച്ചാണ് വിവേകിനെ SI വല്ലാതെ തല്ലുന്നതും. വിവേക് താൻ ഒന്നും ചെയ്തിട്ടില്ല, തനിക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ സത്യം തുറന്നു പറയുന്നു. എന്നാൽ വിവേക് പറയുന്നതൊന്നും കേൾക്കുവാനായിട്ട് SI കൂട്ടാക്കുന്നതേയില്ല. ഒടുവിൽ അടിച്ചടിച്ച് അവനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചു. അവനെ അവിടെ നിന്ന് കൊണ്ടുപോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ വിവേക് നേരെ അനുദീപിനടുത്തേക്ക് വന്ന് അനുദീപിന്റെ കാലിൽ വീഴുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാറേ, എനിക്കറിയില്ല, ഞാൻ അവളെ പ്രണയിച്ചു എന്ന് പറയുന്നത് സത്യമാ, പക്ഷേ ഞാൻ അവളെ കൊന്നിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവന്റെ കാലിൽ വീണ് കരയുകയായിരുന്നു വിവേക്. വിവേകിന്റെ കരച്ചിലൊക്കെ കാണുന്ന സമയത്ത് അവൻ കുറ്റവാളിയല്ല, നിരപരാധിയാണെന്ന കാര്യം അനുദീപിന് മനസ്സിലായി. മാത്രമല്ല ഒരു കാര്യം കൂടി അനുദീപിന് മനസ്സിലാകുന്നുണ്ട്. എന്തെന്നാൽ മാധവി കൊല്ലപ്പെട്ട് കിടന്ന സ്ഥലത്ത് നിന്നും ഒരു ഫുട് പ്രിന്റ് കിട്ടിയല്ലോ, അത് ഏകദേശം 10 സൈസാണ്. എന്നാൽ ഈ വിവേകിന്റേത് 8 സൈസും. മാത്രമല്ല മാധവിയുടെ ദേഹത്ത് നിന്നും സെമന്റ് സാമ്പിളും കിട്ടിയിരുന്നു. അത് ഏകദേശം പരിശോധന കൊടുത്ത് റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഒരു 30 വയസ്സ് പ്രായമുള്ള ആളിന്റേതാണ്. എന്നാൽ ഈ വിവേകിനാണെങ്കിൽ അത്രയും പ്രായമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വിവേകല്ല ഇതിനു പിന്നിലെന്നും അനുദീപ് ഉറപ്പിക്കും. വിവേകിനെ അവിടെ നിന്ന് കൊണ്ടുപോകുവാനായി ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോൾ വന്നതും. വീണ്ടും ഒരു കൊലപാതകം സംഭവിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അതോടുകൂടി വിവേകല്ല ഇതിന് പിന്നിലെന്നും പോലീസുകാർക്ക് മനസ്സിലായി. മാത്രമല്ല ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് അവളുടെ ആദ്യ രാത്രി കഴിഞ്ഞ ഉടനെ തന്നെയാണ് അവൾ കൊല്ലപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു സീരിയൽ കില്ലറാണെന്ന ചർച്ചയൊക്കെ നാട്ടിലാകെ വ്യാപിച്ചു കഴിഞ്ഞു. അതിനുശേഷം കാണിക്കുന്നത് രാധയെയും ഭർത്താവായ തിരുപ്പതിയുമാണ്. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, എന്നിട്ടും ഇതുവരെയും ഇവർക്ക് കുട്ടികളില്ല. അതിനു വേണ്ടിയിട്ട് ഒരു വൈദ്യന്റെ അടുത്ത് ട്രീറ്റ്മെന്റിനായി എത്തിയിരിക്കുകയാണ്. വൈദ്യൻ അവർക്ക് ഗുളികയൊക്കെ കുറിച്ചു കൊടുക്കുന്നു. എന്നാൽ രാധ പറയുന്നത് ഇവൻ എന്റെ അടുത്ത് വന്ന് കിടക്കത്തേയുള്ളൂ, ആദ്യ രാത്രിയും അങ്ങനെയായിരുന്നു, ഇത്രയും വർഷങ്ങളായിട്ടും അങ്ങനെ തന്നെയാ, അല്ലാതെ ഇവൻ എന്നെ ഒന്നും ചെയ്തിട്ട് പോലുമില്ല. വല്ലതും ചെയ്താലല്ലേ കുട്ടികളൊക്കെ ഉണ്ടാകൂ, അല്ലാതിരിക്കുന്നിടത്തോളം കാലം എന്ത് ഗുളിക കഴിച്ചിട്ടും എന്ത് കാര്യമാ, കുട്ടികൾ ഉണ്ടാകത്തേ ഇല്ലെന്നും രാധ പറയുന്നു.
എങ്കിലും വൈദ്യൻ കൊടുത്ത ഗുളികയും വാങ്ങിക്കൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. മറ്റൊരു വശത്ത് കാണിക്കുന്നത് ആ ഒരു കൊലപാതകം നടന്നില്ലേ ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ് അനുദീപും കൂട്ടരും. മറ്റു പോലീസുകാരൊക്കെയുണ്ട്. ആ ഒരു നാട്ടില് അങ്ങനെ മോഷണം പോലും നടക്കാറില്ല. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോൾ ദേ ഇങ്ങനെ തുടർച്ചയായി മരണങ്ങൾ നടക്കണമെങ്കിൽ അത് ഉറപ്പായും സീരിയൽ കില്ലിംഗ് ആയിരിക്കുമെന്നും അനുദീപ് പറയുമ്പോൾ SI പറയുന്നത്, അതെ, നിനക്ക് തോന്നുന്നതാ, ഒരുപാട് പഠിച്ചത് കൊണ്ടാ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നെന്നും SI അവനെ അപമാനിച്ചു വിടും. ഈ അനുദീപ് ആണെങ്കിൽ നേരെ എത്തി തന്റെ കാമുകിയെ വിളിച്ചിട്ട് അവന്റെ കണ്ടെത്തലുകളെല്ലാം അവളോട് പറയുന്നു. അനുദീപ് പറയുന്നത്, സീരിയൽ കില്ലിങ് കൊച്ചു കുട്ടികളെയും പിന്നെ വെർജിനായിട്ടുള്ള പെൺകുട്ടികളെയും ഒക്കെ റേപ്പ് ചെയ്യുന്ന രീതി കണ്ടിട്ടുണ്ട്. എന്നാൽ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ ആ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയി കൊല്ലണമെങ്കിൽ ഇതിന് പിന്നിൽ എന്തോ ആയിരിക്കും. അതൊരു വ്യത്യസ്ത തലം കൊലപാതകമാണെന്നുള്ള രീതിയിലൊക്കെ അനുദീപ് തന്റെ കാമുകിയോട് പറയുന്നു. അതിനുശേഷം ഇതിന് പിന്നിൽ എന്തൊക്കെയായിരിക്കും എന്ന് ചിന്തിച്ച അനുദീപ് ആണെങ്കിൽ കൊലപാതകം നടന്ന സ്ഥലമില്ലേ അവിടേക്കെത്തും. രാത്രി തന്നെ അവിടെ എത്തി അവിടെ ആകെ പരിശോധിക്കും. പരിശോധനയ്ക്കൊടുവിൽ ആ ഒരു പെൺകുട്ടിയുടെ മൊബൈൽ ഫോണാണ് അവിടെ നിന്നും അനുദീപിന് കിട്ടുന്നത്. മൊബൈൽ ഫോൺ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കോണ്ടാക്റ്റുകൾ ഒന്നുമില്ല. എന്നാൽ അതിൽ ഒരു വീഡിയോ റെക്കോർഡായിരുന്നു. പക്ഷെ ആ ഒരു വീഡിയോയിൽ കൊലപാതകിയുടെ മുഖമൊന്നും കാണിക്കുന്നില്ല. അയാളുടെ സംസാരം മാത്രമായിരുന്നു കേൾക്കുന്നത്. അയാൾ എന്താണ് ചോദിക്കുന്നതെന്നാൽ, ആദ്യ രാത്രിയില് നിന്റെ ഭർത്താവ് നിന്നെ എന്തൊക്കെയാ ചെയ്തതെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു. അവളത് പറയാതെ നിന്നപ്പോൾ അവളെ കൊണ്ട് വിരട്ടിയത് പറയിക്കുന്നു. അങ്ങനെ ഫസ്റ്റ് നൈറ്റിൽ അവളുടെ ഭർത്താവ് എന്തൊക്കെ ചെയ്തോ അതെല്ലാം അയാൾ ചോദിച്ച് മനസ്സിലാക്കുന്നു. അതൊക്കെ കേട്ട് വല്ലാതെ ഒന്ന് സന്തോഷിക്കുകയാണ് ഈ ഒരു കൊലപാതകി. അതിൽ നിന്നും ഒരു പ്രത്യേകതരം സുഖം കണ്ടെത്തുന്ന ആളാണ് ഈ ഒരു കില്ലറും. മാത്രമല്ല ഫസ്റ്റ് നൈറ്റിൽ അവളുടെ ഭർത്താവ് അവളെ എന്തൊക്കെ ചെയ്തോ അതൊക്കെ അവളെ കൊണ്ട് പറയിച്ചിട്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു കില്ലർ അവളോട് ചെയ്യുന്നതും. അവളുടെ ഭർത്താവ് ചെയ്ത കാര്യങ്ങളെല്ലാം അവളെ ചെയ്ത് ക്രൂരമായി റേപ്പ് ചെയ്താണ് ഈ ഒരു കില്ലർ കൊലപ്പെടുത്തുന്നതും. അതെല്ലാം ഇപ്പോൾ അനുദീപിന് ആ ഒരു വീഡിയോയിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ചന്തുവിനെയാണ്. അവരുടെ നാട്ടില് ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട്, പേര് സാമ്പ. ഈ സാമ്പ ചന്തുവിനെ വിളിച്ചിട്ട് കുറച്ച് അശ്ലീല വീഡിയോസ് ഒക്കെ ചന്തുവിന് അയച്ചു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ചന്തു ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം നിനക്ക് എവിടെ നിന്നാ കിട്ടുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്നും സാമ്പ പറയുന്നു. അതിനുശേഷം ഈ ചന്തുവിന്റെ കാമുകിയാണെങ്കിൽ കുളിക്കാൻ പോകുന്നത് ചന്തു കാണുന്നുണ്ട്. ആ ഒരു പെൺകുട്ടി കുളിക്കാൻ പോകുന്നത് ചന്തു പോയി ഒളിഞ്ഞു നോക്കും. അതുവഴി പോകുന്ന ആളാണെങ്കിൽ ചന്തു എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ എന്റെ പെണ്ണ് കുളിക്കുന്നതല്ലേ ഒളിഞ്ഞു നോക്കുന്നത്, ഞാൻ കെട്ടാൻ പോകുന്നത് അവളെയല്ലേ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നമെന്ന് പറഞ്ഞ് അവരെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനുശേഷം കാണിക്കുന്നത് കുളി കഴിഞ്ഞ് എത്തിയിരിക്കുന്ന രാധയാണ്. രാധ തിരുപ്പതിയുടെ അടുത്തെത്തിയിട്ട്, ദേ ഈ ഒരു പിന്നൊന്ന് കുത്തിത്തരുമോ എന്ന് ചോദിക്കും. എന്നാൽ തിരുപ്പതിക്കാണെങ്കിൽ രാധയുടെ ശരീരം ഒക്കെ കണ്ട് കൈയൊക്കെ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. നീ എന്തിനാ വിറയ്ക്കുന്നത്? നിനക്ക് എപ്പോഴും വിറയൽ തന്നെയാ. എന്റെ അടുത്ത് കിടക്കാൻ വരുമ്പോൾ പോലും നിനക്ക് വിറയലാ. കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ട് പോലും നിന്റെ ഒരു മീശ പോലും എന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല. പിന്നെ നീ എന്തിനാ ഇങ്ങനെ വിറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതോ നിന്റെ ദേഹത്ത് പിന്നു കുത്തി കയറുമെന്ന് പേടിച്ചാൽ ഞാൻ വിറയ്ക്കുന്നതെന്നും തിരുപ്പതി മറുപടി പറയുന്നു. എന്നിട്ട് തിരുപ്പതി ചോദിക്കുന്നുണ്ട്, നിനക്ക് നന്നായി ഒരുങ്ങി നിന്നാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നന്നായി ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ തുണി തയ്ക്കാൻ വരുന്നവരൊക്കെ ഞാനുമായിട്ട് അടുക്കാൻ ശ്രമിക്കും, അത് മതിയോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ടെന്നും തിരുപ്പതി പറയുന്നു. അനുദീപിനൊരു വീഡിയോ കിട്ടിയില്ലേ, അതിലൊരാളുടെ ശബ്ദമുണ്ടായിരുന്നല്ലോ, ആ ഒരു കില്ലറിന്റെ. അടുത്ത ദിവസം തന്നെ പോലീസുകാരാണെങ്കിൽ ആ ശബ്ദം പരിചയമുണ്ടോ എന്ന് ആ നാട്ടുകാരടുത്ത് എല്ലാവരടുത്തും കൊണ്ടുവന്ന് ചോദിക്കുന്നു. പക്ഷെ ആർക്കും തന്നെ പരിചയമില്ലായിരുന്നു. ഒടുവിൽ കറങ്ങി തിരിഞ്ഞ് തിരുപ്പതിയുടെയും ചന്തുവിനും അടുത്തെത്തി. അവർക്ക് ആ ശബ്ദം കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ, ഇത് നല്ല പരിചയമുണ്ടല്ലോ, ആ സാമ്പയുടേതാണെന്നാണ് തോന്നുന്നതെന്നും ചന്തു പറയുന്നു. ഉടനെ തന്നെ സാമ്പയെ കണ്ടെത്തി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യും. മാത്രമല്ല സാമ്പയുടെ ശബ്ദവും ആ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്ന ശബ്ദവും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അത് മാച്ച് ആകുന്നതേയില്ല. സാമ്പയല്ല അതെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. അതേസമയം തന്നെ സാമ്പയുടെ വക്കീൽ അവിടേക്ക് വന്നിട്ട്, സാമ്പ അന്നേ ദിവസം ഇവിടെ ഇല്ലായിരുന്നു, മറ്റൊരു വീഡിയോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പ് പുറത്തായിരുന്ന കാര്യം വക്കീൽ പറയുന്നു. അതിന് തെളിവും വക്കീലിന്റെ കൈവശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരായിരിക്കും ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസുകാർക്ക് വല്ലാത്ത ടെൻഷനാകുവാനായും തുടങ്ങി. മാത്രമല്ല മുകളിൽ നിന്നും അവർക്ക് നല്ല പ്രഷറും ഉണ്ടായിരുന്നു. അത് കാരണം അനുദീപ് ഒരു ഐഡിയ പറയും. എന്തായാലും മാധവിയുടെ ദേഹത്ത് നിന്നും ഒരു സെമൻ സാമ്പിൾ കിട്ടിയില്ലേ, അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഏകദേശം 30 വയസ്സ് പ്രായം വരുന്ന ആളിന്റെയാണെന്ന് മനസ്സിലായല്ലോ. മാധവിയുടെ ദേഹത്ത് നിന്ന് കിട്ടിയ സെമനിൽ നിന്നും DNA സാമ്പിൾ കിട്ടിയിട്ടുണ്ടല്ലോ, അത് വെച്ച് നമുക്ക് പരിശോധന നടത്താമെന്നും അനുദീപ് പറയുമ്പോൾ അതൊരിക്കലും പോസിബിൾ അല്ല, ഒരുപാട് പേരെ എങ്ങനെ പരിശോധിക്കാനെന്നും മറ്റു പോലീസുകാർ പറയുന്നു. അപ്പോൾ അനുദീപ് പറയുന്നത്, നമുക്ക് റിപ്പോർട്ട് പ്രകാരം ഏകദേശം സെമൻ സാമ്പിൾ വെച്ച് 25-നും 30-നും ഇടയ്ക്ക് പ്രായം വരുന്ന ആളാണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. മാത്രമല്ല
ആ ഒരു കൊലപാതകം നടന്ന സ്ഥലത്തു നിന്നും ഏകദേശം ഫുട് പ്രിന്റും കിട്ടിയിട്ടുണ്ട്, 10 സൈസ് വരുന്നത്. അത് വെച്ച് ആളിന്റെ ഹൈറ്റ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ 25-നും 30-നും ഇടയിൽ പ്രായം വരുന്ന ഈ ഒരു ഹൈറ്റും വരുന്ന ആളുകളെ നമുക്ക് കണ്ടെത്താമല്ലോ എന്നും അനുദീപ് പറയുന്നു. അത് വെച്ച് ഏകദേശം ഒരു 10-25 പേരുണ്ടായിരുന്നു. അവരെ ടെസ്റ്റ് ചെയ്യുവാനായിട്ടും പോലീസുകാർ തീരുമാനിക്കുകയാണ്. പക്ഷേ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാലും ഒരു 2 ആഴ്ച കഴിഞ്ഞേ റിസൾട്ട് വരത്തുള്ളൂ. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ തലവന്റെ മകളുടെ വിവാഹവും തീരുമാനിച്ചത്. വിവാഹം പറയുവാനായിട്ട് തലവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എന്നാൽ പോലീസുകാരൊക്കെ പറയുന്നത് എന്തായാലും 2 ആഴ്ച കഴിഞ്ഞ് വിവാഹം നടത്തിയാൽ മതി, കൊലപാതകിയെ കണ്ടുകിട്ടിയില്ലല്ലോ, ആ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വരട്ടെ, അത് കഴിഞ്ഞിട്ട് വിവാഹ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാമെന്നും തലവനോട് പോലീസുകാർ പറയുന്നു. എന്നാൽ തലവൻ പറയുന്നത്, എന്റെ വീട്ടിൽ കയറി ഒരുത്തനും ഒരു പരിപാടിയും ചെയ്യത്തില്ല, കാരണം ഞാൻ ഈ ഗ്രാമത്തിലെ തലവനല്ലേ, അതുകൊണ്ട് തന്നെ എനിക്കാരെയും പേടിയില്ല, ഒന്നും നടക്കാനും പോകുന്നില്ല. നിശ്ചയിച്ച ദിവസം തന്നെ അതേ സമയത്ത് എന്റെ മകളുടെ വിവാഹം നടക്കുമെന്നും പറഞ്ഞിട്ട് തലവൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തലവന്റെ മകളുടെ വിവാഹ ദിവസം എത്തി. മംഗളകരമായിട്ട് വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുകയായിരുന്നു. ആ ഒരു വിവാഹ ചടങ്ങിന്റെ ഫോട്ടോയൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്പയാണ് എത്തിയിരിക്കുന്നതും. ഈ സാമ്പയാണെങ്കിൽ കാമ കണ്ണുകളോടെയാണ് ആ പെൺകുട്ടിയെ നോക്കുന്നതും. മാത്രവുമല്ല, ആ പെൺകുട്ടിയുടെ മറ്റു ഭാഗങ്ങളൊക്കെയാണ് സാമ്പ ഫോട്ടോ എടുക്കുന്നതും. അത്രയ്ക്കും മോശപ്പെട്ട ചിന്താഗതിയൊക്കെയുള്ള ഒരാളാണ് ഈ സാമ്പ. അങ്ങനെ ആ പെൺകുട്ടിയുടെ വിവാഹ ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവളുടെ ആദ്യ രാത്രിയും എത്തി. ആദ്യ രാത്രി മംഗളകരമായിട്ട് കഴിയുകയാണ്. ആദ്യ രാത്രി കഴിഞ്ഞാണല്ലോ കൊലയാളി പെൺകുട്ടികളെയൊക്കെ കടത്തിക്കൊണ്ടുപോയി ക്രൂരമായി കൊന്നു കളയുന്നതും. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വയ്യാതെ ടെൻഷൻ നിൽക്കുകയായിരുന്നു 2 പോലീസുകാരും. ആദ്യ രാത്രിയും കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആ പെൺകുട്ടി തന്റെ കല്യാണത്തിനായി എത്തിയ കൂട്ടുകാരിയെ കൊണ്ടുവിടുന്നതിന് വേണ്ടിയിട്ട് അവളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലേക്കും പോവുകയാണ്. അവരെ ഫോളോ ചെയ്ത് 2 പോലീസുകാരും പോകുന്നുണ്ട്. തലവന്റെ ഒരേ ഒരു മകളാണ് ഈ പെൺകുട്ടി. അതുകൊണ്ട് തന്നെ മകളെ മറ്റെങ്ങോട്ടും പറഞ്ഞു വിടുന്നതിന് തലവന് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തന്റെ വീട്ടിൽ തന്നെ നിൽക്കുന്ന ഒരു പയ്യനെയാണ് അവൾക്ക് വേണ്ടിയിട്ട് തലവൻ കണ്ടെത്തിയതും. അതുകൊണ്ട് തന്നെയായിരുന്നു വിവാഹം വീട്ടിൽ വെച്ച് നടന്നതും. വീട്ടിൽ വെച്ച് തന്നെയാണ് അവളുടെ ആദ്യ രാത്രിയും കഴിഞ്ഞതും. അങ്ങനെ ആ ഒരു പെൺകുട്ടി കൂട്ടുകാരിയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവർ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ കാത്തിരിക്കുന്നത് കണ്ടുകൊണ്ട് മറ്റു 2 പോലീസുകാരുണ്ടല്ലോ, അവർ 2 പേരും ഓപ്പോസിറ്റുള്ള ഒരു ചായക്കടയിലെത്തി ചായ കുടിക്കും. അതേ സമയമായിരുന്നു ട്രെയിൻ വന്നതും. ട്രെയിൻ വന്ന് പോയി കഴിഞ്ഞതും പോലീസുകാർ കാണുന്ന കാഴ്ച, ആ ഒരു പെൺകുട്ടിയുടെ കൂട്ടുകാരിയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്നു. മറ്റേ പെൺകുട്ടിയെ കാണാനില്ല. അവളെ കൊലയാളി കടത്തിക്കൊണ്ടു പോയി എന്നും പോലീസുകാർക്ക് മനസ്സിലായി. അടുത്തുള്ള ചോളത്തോട്ടത്തിലേക്കായിരിക്കും പോയിരിക്കുക എന്ന് മനസ്സിലാക്കിയ പോലീസുകാരാണെങ്കിൽ ചോളത്തോട്ടം ആകെ പരിശോധിക്കുന്നു. എന്നിട്ടൊന്നും കണ്ടെത്താനായില്ല. ഉടനെ തന്നെ അനുദീപിനെയൊക്കെ വിവരം അറിയിക്കും. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു ആ പെൺകുട്ടിയെ കൊലയാളി ചോളത്തോട്ടത്തിനിടയിലേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതും. അവളെ ആരും കാണാതെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിടും. അവളെ കടത്തിക്കൊണ്ടുവന്ന ആളുടെ മുഖം കണ്ടിട്ട്, നീയായിരുന്നു ഇതിന് പിന്നിലെന്ന് അവൾ ഞെട്ടിക്കൊണ്ട് ചോദിക്കുന്നു. അതെ, ഞാൻ തന്നെയാ. ആദ്യ രാത്രി നിന്റെ ഭർത്താവ് നിന്നെ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിക്കും. അവളാണെങ്കിൽ പറയാൻ കൂട്ടാക്കിയില്ല. അവളെ ഉപദ്രവിച്ച് അവളെ കൊണ്ട് പറയിക്കുന്നു. അങ്ങനെ അവൾ എല്ലാ കാര്യവും പറയും. അവൾ എന്തൊക്കെ പറഞ്ഞോ അതുപോലെയൊക്കെ അവൻ അവളെ ചെയ്യുവാനായും തുടങ്ങി. അവളെ ക്രൂരമായിട്ട് റേപ്പ് ചെയ്യുകയായിരുന്നു. അതേസമയം തന്നെയായിരുന്നു പോലീസുകാർ അവിടെ ആകെ പരിശോധിക്കുന്നതും. അനുദീപും കൂടെയുണ്ട്. ഒരു ഘട്ടത്തിൽ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ കാണുന്നു. ഉടനെ തന്നെ അവരവിടേക്ക് ഓടി വരുന്നത് മനസ്സിലാക്കിയ ആ ഒരു കൊലയാളിയാണെങ്കിൽ അവളെ അവിടെ വെച്ച് കൊന്നുകളയുകയും അവളുടെ തലയിലൂടെ ഒരു കല്ലെടുത്തിട്ടിട്ട് ഓടിക്കളയുകയും ചെയ്യുന്നു. പോലീസുകാർ അവിടെ എത്തും മുമ്പ് കൊലയാളി ഓടിക്കളഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ അനുദീപ് കൊലയാളിക്ക് പിന്നാലെ ഓടി. ഒരു ഘട്ടത്തിൽ അനുദീപ് തെന്നി വീഴുന്നു. എന്നാൽ കൊലയാളിയാണെങ്കിൽ അനുദീപിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. അവിടെ കിടന്നൊരു കല്ലെടുത്ത് അനുദീപ് കൊലയാളിക്ക് നേരെ എറിഞ്ഞു. ആ ഒരു എറി കൊണ്ടതും കൊലയാളി തറയിൽ വീഴും. അനുദീപ് ഉടനെ തന്നെ കൊലയാളിക്ക് അടുത്തേക്കെത്തി അവന്റെ മുഖം മൂടിയിരുന്ന ആ ഒരു ഷീറ്റ് വലിച്ചു മാറ്റി നോക്കിയപ്പോൾ ആള് മറ്റാരുമല്ല, ചന്തു ആയിരുന്നു. ചന്തു ആണെങ്കിൽ അനുദീപിനെ കണ്ടതും, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിവിടെ മോട്ടർ എടുക്കാൻ വന്നതാ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിനി ഇങ്ങോട്ട് വരത്തേയില്ല, ഞാനിനി ഇങ്ങനെ ഒന്നും ചെയ്യത്തില്ല, എന്നോട് ക്ഷമിക്കണം, എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നു. അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ അനുദീപും പോലീസുകാരും അവനെ അവിടെ നിന്നും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്റ്റേഷനിൽ കൊണ്ടുവന്ന ചന്തുവിനെ പോലീസുകാരാണെങ്കിൽ ക്രൂരമായിട്ടാണ് ഉപദ്രവിക്കുന്നതും. ചന്തു അറസ്റ്റിലായ വിവരമാണെങ്കിൽ രാധയും തിരുപ്പതിയും അറിയുന്നു. രാധയ്ക്കാണെങ്കിൽ അത് സഹിക്കാനായില്ല. ഉടനെ തന്നെ രാധയും തിരുപ്പതിയും ചേർന്ന് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാനായും ഇറങ്ങുന്നു. നാട്ടുകാരെല്ലാവരും അതിനിടയിൽ വെച്ച് വിവരമെല്ലാം അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ രാധയും തിരുപ്പതിയും ഒക്കെ വല്ലാതെ ശപിക്കുകയും ചെയ്യുന്നുണ്ട്.
എന്നാൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ അതേ സമയം തന്നെയായിരുന്നു ആ ഒരു തലവൻ എത്തുന്നതും. തലവനാണെങ്കിൽ SIയോട് പറയുന്നുണ്ട്, നീ ഇവനെ കോടതിയിലൊന്നും ഹാജരാക്കണ്ട, എനിക്ക് വിട്ടതാ, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കൊള്ളാം എന്നും തലവൻ പറയുന്നു. തലവൻ പറയുന്നതിന് വേറെ മറുത്തൊന്നും പറയാതെ SI ആണെങ്കിൽ ചന്തുവിനെ തലവൻ വിട്ടുകൊടുക്കുന്നു. അതേസമയമായിരുന്നു അനുദീപ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതും. ചന്തുവിനെ തലവൻ കൊണ്ടുപോയ വിവരം അനുദീപ് പറയും. അനുദീപ് ഒരുപാട് SIയോട് ദേഷ്യപ്പെടുന്നുമുണ്ട്. എന്നാൽ SI ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നതേയില്ല. അതേസമയം തന്നെയായിരുന്നു രാധയും തിരുപ്പതിയും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയതും. ചന്തു അങ്ങനെ ഒന്നും ചെയ്യില്ല, അവൻ പാവമാ, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ രാധ പറഞ്ഞിട്ട് അനുദീപിനോട് കെഞ്ചി സംസാരിക്കുന്നു. പക്ഷെ അനുദീപ് പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ചന്തുവിനെ ഗ്രാമത്തലവൻ കൊണ്ടുപോയി എന്നുള്ള കാര്യം അനുദീപ് പറയുന്നു. അങ്ങനെ നേരെ ഗ്രാമത്തലവൻ അടുത്തേക്ക് എത്തുകയാണ് രാധയും തിരുപ്പതിയും. എന്നിട്ട് ചന്തുവിനെ വിട്ടുതരണം, അവൻ പാവമാ, അവൻ ഒന്നും ചെയ്യത്തില്ല, അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രാധ കെഞ്ചുകയാണ്. പക്ഷേ തലവനാണെങ്കിൽ അതെല്ലാം കേട്ട് ദേഷ്യം വന്നിട്ട് രാധയുടെ മുടിക്ക് കുത്തിപ്പിടിക്കും. അത് കാണുന്ന തിരുപ്പതിക്ക് വല്ലാതെ ദേഷ്യം വരും. ഓഹോ, നിന്റെ ഭാര്യയുടെ മുടിക്ക് പിടിച്ച സമയത്ത് നിനക്ക് വേദനിച്ചല്ലേ? ഇതുപോലെയല്ലേ അവൻ എന്റെ മകളോട് കാണിച്ചതും? ഞാൻ ഓമനിച്ച് വളർത്തിയ എന്റെ മകളോട് അവൻ എന്തൊക്കെയാ ചെയ്തത്? അവളെ എങ്ങനെയാ അവൻ കൊന്നുകളഞ്ഞത് എന്നൊക്കെ ചോദിച്ച് തലവൻ വല്ലാതെ ദേഷ്യപ്പെടുകയും അവരുടെ മുന്നിൽ വെച്ച് തന്നെ ചന്തുവിനെ ക്രൂരമായി ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും കണ്ടിട്ട് രാധയ്ക്കും തിരുപ്പതിക്കും സഹിക്കാനായില്ല. ഉടനെ തന്നെ അവരവിടെ നിന്നും നേരെ വക്കീലിനടുത്തേക്ക് പോകും. എന്നിട്ട് ചന്തുവിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതിനിടയില് വക്കീൽ ആവശ്യപ്പെട്ടത് 1,00,000 രൂപയായിരുന്നു. അതേസമയം തന്നെ അനുദീപ് ഗ്രാമത്തലവനെ വിളിച്ചിട്ട്, ചന്തുവല്ല നിങ്ങളുടെ മകളെ കൊന്നിരിക്കുന്നത്. അത് കേട്ട് ഗ്രാമത്തലവൻ വിശ്വസിക്കുവാനായും കൂട്ടാക്കുന്നില്ല. ഒരു കൊലപാതകം കൂടി സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കസ്റ്റഡിയിലുള്ള ചന്തു ഒരിക്കലും പുറത്തു വന്ന് ഒരു പെണ്ണിനെ വീണ്ടും കൊല്ലത്തില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞൊരു പെൺകുട്ടിയാ കൊന്നിരിക്കുന്നത്. ഉറപ്പായും ഇതിന് പിന്നിൽ ചന്തുവല്ല, കൊലയാളി മറ്റാരോ ആണ്. നമുക്ക് തെറ്റ് പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം അനുദീപ് പറയുന്നു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ അന്ന് ആ ഒരു കൊലയാളിയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടു പോയിട്ട് ചോളത്തോട്ടത്തിലിട്ട് പീഡിപ്പിക്കുന്ന സമയമുണ്ടല്ലോ, അതേ സമയം തന്നെയായിരുന്നു ഈ ചന്തുവാണെങ്കിൽ ആ ഒരു ചോളത്തോട്ടത്തിലുള്ള മോട്ടോർ മോഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടും എത്തിയത്. അതേ സമയമായിരുന്നു പോലീസുകാർ വന്നതും. പോലീസുകാരെ കണ്ട് പേടിച്ച് ചന്തു ഓടും. ചന്തുവാണ് കൊലയാളി എന്ന് കരുതി പോലീസുകാർ പിടികൂടുകയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. സത്യമെല്ലാം മനസ്സിലാക്കി ഗ്രാമത്തലവൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. എന്നിട്ട് പോലീസുകാരെ ഒരുപാട് വഴക്ക് പറയുന്നു. മര്യാദയ്ക്ക് കേസ് അന്വേഷിക്കുവാനായിട്ടും പറഞ്ഞിട്ടാണ് ഗ്രാമത്തലവൻ അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ അതേസമയം തന്നെ ഗ്രാമത്തലവനാണെങ്കിൽ ചന്തുവിനെ അവന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. എന്നിട്ട് അവന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ കാശും കൊടുക്കുവാനായി ഒരുങ്ങുന്ന സമയം തന്നെ അത് വാങ്ങുവാനൊന്നും രാധ കൂട്ടാക്കുന്നില്ല. രാധയ്ക്ക് വല്ലാതെ ദേഷ്യമുണ്ടായിരുന്നു. അന്നേ ദിവസം രാത്രിയാണെങ്കിൽ അനുദീപ് തന്റെ കാമുകിയായ സ്മൃതിയെ ഫോൺ വിളിച്ചിട്ട് കേസ് തെളിയിക്കാനൊന്നും പറ്റുന്നില്ല എന്നുള്ള ടെൻഷനൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. വീണ്ടും ഒരു കൊലപാതകം കൂടി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്ന സമയത്ത് അനുദീപിന്റെ ടെൻഷനും സങ്കടവും എല്ലാം കണ്ട് സ്മൃതി ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ആ ഒരു കൊലയാളിയെ കണ്ടെത്താനായിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, നമുക്കവനെ പിടികൂടാം. അതിനൊരു വഴിയേ ഉള്ളൂ, നമുക്ക് 2 പേർക്കും കല്യാണം കഴിക്കാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി കഴിഞ്ഞ് അയാൾ എന്നെ കടത്തിക്കൊണ്ടു പോകുന്ന സമയത്ത് നിനക്ക് അയാളെ പിടികൂടാമല്ലോ എന്നുള്ള കാര്യം അനുദീപിനോട് സ്മൃതി പറയുന്നു. സ്മൃതി പറഞ്ഞ ആ ഒരു ഐഡിയ അംഗീകരിക്കുവാനായിട്ട് അനുദീപ് കൂട്ടാക്കുന്നില്ല. കാരണം സ്മൃതിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നതാണ് അനുദീപിന് പേടി. അത് മനസ്സിലാക്കി സ്മൃതി പറയുന്നത്, ഡ്രഗ് അഡിക്റ്റായി വീട്ടുകാരെല്ലാവരും ഉപേക്ഷിച്ച് ആരോരുമില്ലാതിരുന്ന എനിക്ക് നീയല്ലേ ഒരു ജീവിതം തന്നത്. എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് എന്നെ സ്വീകരിച്ച് നല്ലതാക്കി മാറ്റിയത് നീയല്ലേ. എന്നെ പഠിപ്പിച്ച് ദേ ഇപ്പോൾ ഡോക്ടറാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? നമുക്ക് വിവാഹം കഴിക്കാം, നമുക്കെന്നിട്ട് ആ ഒരു കൊലയാളിയെ കണ്ടെത്താമെന്നും സ്മൃതി പറയുന്നു. സ്മൃതിയുടെ നിർബന്ധത്തിന് വഴങ്ങി അനുദീപും അതിന് തയ്യാറാവുന്നു. അടുത്ത ദിവസം തന്നെ സ്മൃതി ഒഡല ഗ്രാമത്തിലേക്കും എത്തുകയാണ്. അന്നേ ദിവസം തന്നെ അനുദീപ് വാർത്തയിലൂടെ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്നു. എന്റെ ട്രെയിനിങ് പൂർത്തിയാക്കി ഞാൻ ഇവിടെ നിന്ന് പോകുവാനായി പോവുകയാണ്. എന്തായാലും എനിക്ക് ആ കില്ലറിനെ പിടികൂടുവാനായും പറ്റിയില്ല. എന്റെ വിവാഹം നടക്കുവാനായി പോവുകയാണ്. നീ ഒരാണാണെങ്കിൽ നീ എന്റെ ഭാര്യയെ തൊട്ടു നോക്കെന്നും പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയായിരുന്നു അനുദീപ്. അങ്ങനെ അനുദീപിന്റെയും സ്മൃതിയുടെയും വിവാഹം നടക്കുവാനായി പോവുകയാണ്. അവർക്ക് എല്ലാ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാധയും പിന്നെ രാധയുടെ ഹസ്ബൻഡായിട്ടുള്ള തിരുപ്പതിയും എല്ലാവരും കൂടെ ചേരുന്നുണ്ട്. ചന്തുവുമുണ്ട്. അതിന്റെ ഫോട്ടോ എടുക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് സാമ്പയാണ്. സാമ്പയ്ക്ക് സ്മൃതിയെ കണ്ടതും വല്ലാത്തൊരു മോഹമൊക്കെ തോന്നുന്നു. കാമക്കണ്ണോടുകൂടിയാണ് സ്മൃതിയും നോക്കുന്നത്. സ്മൃതിയുടെ സൗന്ദര്യത്തിൽ വീണിരിക്കുകയാണ് സാമ്പ. അങ്ങനെ 2 പേരുടെയും കല്യാണവും കഴിഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ബിരിയാണി വാങ്ങി കൊടുക്കുവാനായിട്ട് അനുദീപ് തിരുപ്പതിയുടെ കയ്യിൽ കാശുമേൽപ്പിച്ചു. അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് അനുദീപ് സ്മൃതിയെയും കൂട്ടി തന്റെ ക്വാർട്ടേഴ്സിലേക്കും പോയി. അന്നേ ദിവസം രാത്രി തന്നെ ഈ തിരുപ്പതിയും ചന്തുവും സാമ്പയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോൾ ഈ സാമ്പയാണെങ്കിൽ അവരോട് പറയും, ആ പോലീസുകാരന്റെ ഭാര്യയില്ലേ, അവൾ എന്തു സുന്ദരിയാ,
ഓ, ഇപ്പോൾ അയാൾ എൻജോയ് ചെയ്യുകയായിരിക്കും എന്നൊക്കെ സാമ്പ പറയും. അത് കേട്ട് തിരുപ്പതി പറയുന്നത്, നിനക്കങ്ങനെ ആരെങ്കിലും എൻജോയ് ചെയ്യണമെങ്കിൽ നീ വിവാഹം കഴിക്ക്, അപ്പോൾ തീരുമല്ലോ പ്രശ്നമെന്നും സാമ്പയോട് തിരുപ്പതി പറയും. എന്നാൽ അത് കേട്ട് സാമ്പ പറയുന്നത്, സത്യത്തിലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ജീവിതം ആഘോഷിക്കുന്നതും ആ കില്ലറല്ലേ, എത്ര പെണ്ണുങ്ങളോടൊപ്പമാ അയാൾ കഴിയുന്നത് എന്നുള്ള കാര്യമൊക്കെ സാമ്പ ഇരുന്ന് പറയും. എന്നാൽ അതെല്ലാം കേട്ട് ചന്തുവിന് വല്ലാതെ ദേഷ്യം വരുന്നു. ചന്തുവിനെ ഉപദ്രവിച്ചവരോടൊക്കെ പ്രതികാരം വീട്ടണമെന്നാണ് ചന്തുവിന്റെ മനസ്സ് മുഴുവൻ. അതേസമയം തന്നെ തന്റെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നല്ലോ രാധ. അപ്പോൾ അവിടെയൊക്കെ എലി കിടന്നു വല്ലാതെ ബഹളം വയ്ക്കും. എലി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാരണം അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സും തട്ടിയിടുകയാണ്. ആ ബോക്സ് എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ട് രാധ എഴുന്നേറ്റ് ചെല്ലുന്നു. ബോക്സ് എടുക്കുന്നതും അത് തുറന്നു വരും. അതിനുള്ളിലെ കാഴ്ച കണ്ട് അവൾ ഞെട്ടിപ്പോകുന്നു. കുറെ പെൺകുട്ടികളുടെ ഇന്നേഴ്സും ആഭരണങ്ങളും ഒക്കെയായിരുന്നു. അത് കണ്ടതും രാധയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നു. അവൾ ഉടനെ തന്നെ അതൊക്കെ തന്റെ സാരി തുമ്പിൽ കെട്ടിയിട്ട് പുറത്തേക്കിറങ്ങും. അതേസമയം പുറത്തു കിടന്ന് ചന്തുവും തിരുപ്പതിയും ഉറങ്ങുകയായിരുന്നു. രാധ പുറത്തേക്ക് ഇറങ്ങുന്നത് കണ്ട് തിരുപ്പതി ചോദിക്കും, നീ എവിടെ പോവുകയാണെന്ന് ചോദിക്കുമ്പോൾ ബാത്റൂമിൽ പോകുന്നെന്ന് കള്ളം പറഞ്ഞിട്ട് രാധ അവിടെ നിന്നും നേരെ പോയത് ഇതുവരെയും മരണപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ വീട്ടിലേക്കായിരുന്നു. എന്നിട്ട് അവളുടെ കൈവശമുള്ള ആഭരണങ്ങളൊക്കെ വീട്ടുകാരെ കാണിച്ചിട്ട്, ഇത് നിങ്ങളുടെ മകളുടേതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് അവർ തിരിച്ചറിയുകയും ചെയ്യുന്നു. അതോടുകൂടി രാധയുടെ കിളി പോയി. രാധയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അവൾ ഉടനെ തന്നെ അനുദീപിനെ ഫോൺ വിളിക്കും. എന്നാൽ അനുദീപ് ആണെങ്കിൽ നല്ല ഉറക്കത്തിലായതിനാൽ കോൾ എടുക്കുന്നതുമില്ല. നേരെ തന്റെ വീട്ടിലേക്ക് വന്ന സമയത്ത് ചന്തുവിനെയും അവിടെ കാണുന്നില്ല, തിരുപ്പതിയെയും കാണുന്നില്ല. അത് പറയാനായിട്ട് വീണ്ടും അനുദീപിനെ വിളിച്ചിട്ടും അനുദീപ് കോൾ എടുക്കുന്നതേയില്ല. അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. അനുദീപിന്റെ ക്വാർട്ടേഴ്സില് അവൻ ഉറക്കമുണർന്ന് ചായയൊക്കെ കുടിക്കുന്ന സമയം. അപ്പോൾ അവിടേക്ക് തിരുപ്പതി എത്തുകയാണ്. കഴുകാനായിട്ട് പഴയ തുണികളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അകത്തുണ്ട്, നീ പോയി എടുത്തോ എന്ന് പറയും. അകത്തേക്ക് കയറിപ്പോയ തിരുപ്പതിയാണെങ്കിൽ വലിയൊരു ഭാണ്ഡക്കെട്ടുമായി പുറത്തേക്ക് വന്ന് തന്റെ സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതേസമയമായിരുന്നു അനുദീപ് തന്റെ ഫോൺ എടുത്ത് നോക്കുന്നതും. അപ്പോഴേക്കും രാധയുടെ ഒരുപാട് കോളുകൾ വന്നിരുന്നു. മാത്രമല്ല കോള് വന്നുകൊണ്ടേയിരിക്കുന്നു. രാധയുടെ കോള് കണ്ടതും അനുദീപിന് വല്ലാതെ ടെൻഷനായി. കാരണം അത്രയ്ക്കും കോള് വന്നിരുന്നു. അനുദീപ് ആണെങ്കിൽ ടെൻഷനോട് കൂടി കോൾ എടുക്കും. സാറേ, മാഡം അവിടെയുണ്ടോ എന്ന് രാധ ചോദിക്കുമ്പോൾ ഉണ്ടല്ലോ, അവൾ അകത്ത് കിടന്ന് ഉറങ്ങുകയാണെന്നും അനുദീപ് പറയുന്നു. സാറേ, ഒന്നകത്ത് പോയി നോക്ക്, മാഡം അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാനായിട്ടും രാധ പറയുന്നു. അങ്ങനെ അനുദീപ് അകത്തേക്ക് പോയി നോക്കിയ സമയത്ത് അനുദീപിന്റെ വൈഫായിട്ടുള്ള സ്മൃതി അവിടെ ഇല്ല. അനുദീപിന് എന്ത് ചെയ്യണമെന്നറിയില്ല. സ്മൃതി അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി രാധയാണെങ്കിൽ ഉറക്കെ കരഞ്ഞുകൊണ്ട്, സാറേ, മാഡത്തിനെ കടത്തിക്കൊണ്ട് പോയത് എന്റെ ഭർത്താവായ തിരുപ്പതിയാ. ഇതുവരെ നടന്ന കൊലപാതകത്തിന് എല്ലാത്തിനും പിന്നിൽ തിരുപ്പതിയാണെന്ന് പറഞ്ഞ് രാധ ഉറക്കെ കരയും. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്നാൽ ഈ തിരുപ്പതി അനുദീപിന്റെ വീട്ടിലെത്തിയിട്ട് കഴുകാൻ തുണികളുണ്ടോ എന്നൊക്കെ ചോദിച്ചല്ലോ. എന്നിട്ട് അകത്ത് പോയി എടുക്കുവാനായിട്ടാണല്ലോ അനുദീപ് പറഞ്ഞതും. അകത്തേക്ക് പോയ തിരുപ്പതിയാണെങ്കിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന സ്മൃതിയെ മയക്കി ഒരു തുണിക്കകത്ത് കെട്ടിയാണ് ആരും അറിയാതെ അവിടെ നിന്ന് കൊണ്ടുപോയതും. അവിടെ നിന്ന് നേരെ കൊണ്ടുപോയത് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കിണറിനടുത്തേക്കായിരുന്നു. എന്നാൽ അതേസമയം തന്നെയായിരുന്നു രാധയും അനുദീപും ചേർന്ന് അവിടെ മാകി തിരുപ്പതിയെ അന്വേഷിക്കുന്നു. പക്ഷെ എവിടെ അന്വേഷിച്ചിട്ടും കിട്ടുന്നതേയില്ല. ഒടുവിൽ രാധയാണെങ്കിൽ തിരുപ്പതിയുടെ പഴയ ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ടുവന്ന് തന്റെ നായയെ കൊണ്ട് മണപ്പിക്കും. നായ അവിടെ നിന്നും ഓടി ഓടി എത്തുന്നത് അവിടെയുണ്ടായിരുന്ന പഴയ കിണറിനടുത്തേക്കാണ്. വെള്ളമൊന്നുമില്ലാതെ കിടക്കുന്ന കിണർ. ആ കിണറിനകത്തേക്ക് രാധ എത്തി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സ്മൃതിയെ റേപ്പ് ചെയ്യുവാനായി ശ്രമിക്കുന്ന തിരുപ്പതിയായിരുന്നു. രാധ ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടുവാനായി നോക്കുമെങ്കിലും ആ പരിസരത്തൊന്നും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തിരുപ്പതിക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നു. മിണ്ടാതിരിയടി എന്നൊക്കെ പറഞ്ഞ് വിരട്ടുമ്പോഴും രാധ കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. രാധ അവിടെ കിടന്ന് ബഹളമുണ്ടാക്കും. തിരുപ്പതിയാണെങ്കിൽ സ്മൃതിയെ അവിടെ ഉപേക്ഷിച്ച് നേരെ രാധയ്ക്കടുത്തേക്ക് എത്തി. എന്നിട്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കും. അവൾ ചോദിക്കുന്നത്, നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പാവപ്പെട്ട പെൺകുട്ടികളോടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടാനാടാ? നീ ആയിരുന്നല്ലേ ഇതിന് പിന്നിലെന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുന്നു. എന്നാൽ അത് കേട്ട് തിരുപ്പതി പറയുന്നത്, ഞാൻ ഇങ്ങനെയാകാൻ കാരണം നീ തന്നെ ആടിയെന്ന്. മറ്റൊരു ശബ്ദത്തിലാണ് തിരുപ്പതി സംസാരിക്കുന്നത് പോലും. മനുഷ്യനായിട്ടിരുന്ന എന്നെ രാക്ഷസനാക്കി മാറ്റിയത് നീയാടി എന്ന് തിരുപ്പതി പറയുന്നു. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. രാധയുടെയും തിരുപ്പതിയുടെയും വിവാഹം കഴിഞ്ഞ ദിവസം, അവരുടെ ഫസ്റ്റ് നൈറ്റ് ദിവസം. ഈ രാധയാണെങ്കിൽ ഒട്ടും താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത്. കാരണം അവളുടെ അച്ഛൻ മരിച്ചതോടുകൂടി അവളെ നിർബന്ധിച്ചാണ് തിരുപ്പതിയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും. അത് 3 മാസം പോലും ആകുന്നതിന് മുൻപേ. രാധയ്ക്കാണെങ്കിൽ തിരുപ്പതിയെ ഒട്ടും ഇഷ്ടമേ അല്ല. രാധ പറയുന്നത്, ഒട്ടും എനിക്ക് ചേരാത്ത ഒരാളാ നീ. കാരണം എന്തെന്നാൽ ഈ രാധ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഈ തിരുപ്പതിയാണെങ്കിൽ പഠിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ രാധയ്ക്കാണെങ്കിൽ തിരുപ്പതിയോട് വല്ലാത്ത വെറുപ്പാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ ഒരാളെ അല്ലായിരുന്നു ഈ തിരുപ്പതി. എന്നാൽ രാധ പറയുന്നത്, എന്തായാലും എന്റെ വിധി ഇങ്ങനെ ആയിപ്പോയില്ലേ, ഞാനിതൊക്കെ അനുഭവിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് രാധ തന്റെ സാരിയൊക്കെ ഉരിഞ്ഞു മാറ്റിയിട്ട് കട്ടിലിൽ കിടക്കും.
എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ എന്ത് വേണോ ചെയ്തോ, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന്. തിരുപ്പതിയാണെങ്കിൽ ഉടനെ തന്നെ രാധയ്ക്ക് അടുത്തേക്ക് കിടക്കുന്നു. അവളെ ഉമ്മ വെക്കുവാനായിട്ട് വരുന്ന സമയം തന്നെ നീ പല്ല് തേച്ചോ എന്ന് ചോദിക്കുമ്പോൾ തേച്ചു എന്ന് തിരുപ്പതി പറയും. വീണ്ടും അടുത്തേക്ക് വരുമ്പോൾ നീ കുളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കുളിച്ചു എന്നും പറയും. അവൻ അവളുടെ മുകളിലേക്ക് വരുന്ന സമയത്ത് നിന്നെ വല്ലാതെ സ്മെല്ലെടുക്കുന്നുവെന്നും ഈ രാധ പറയുന്നു. അതിനൊന്നും തിരുപ്പതി ഒന്നും പറയുന്നതേയില്ല. അല്ല, ഈ നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ പറയുന്നത് സത്യമാണല്ലേ? അത് കേട്ട് തിരുപ്പതി എന്താ അവരൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല, നീ ഇവിടുത്തെ സ്ത്രീകളെയൊക്കെ സഹോദരിമാരെ പോലെയാ കാണുന്നത്, പിന്നെ നിനക്ക് ഈ കാര്യത്തിലൊന്നും വലിയ കഴിവില്ലെന്നൊക്കെയാ ഇവിടെയുള്ളവർ പറയുന്നത്. സത്യം തന്നെയാ, നിനക്ക് എന്റെ അടുത്തോട്ട് വരുന്ന സമയത്തെ നിനക്കൊരു വിറയലുണ്ടല്ലോ, നിനക്ക് ഒന്നിനും കഴിവില്ല എന്നുള്ളതും രാധ പറയുന്നു. അതൊന്നും കേട്ടിട്ടും തിരുപ്പതി ഒന്നും പറയുന്നതേയില്ല. തിരുപ്പതി വീണ്ടും അവളെ ഉമ്മ വെക്കുവാനായിട്ട് വരുന്ന സമയത്തും സത്യം തന്നെയാ, നീ കഴിവില്ലാത്തവനാ, ദേ നീ വിറയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ അപമാനിക്കും. അത് കേട്ടതും പിന്നീട് തിരുപ്പതിക്ക് അവളെ ഒന്നും ചെയ്യാനേ തോന്നിയില്ല. കാരണം അവൻ ഉമ്മ വെക്കുമ്പോൾ പോലും ഒരു ശവത്തെ പോലെയാണ് രാധ കിടക്കുന്നതും. അത് കാരണം തിരുപ്പതി തിരിഞ്ഞു കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാത്രിയും വീണ്ടും രാധയ്ക്കടുത്തേക്ക് കിടക്കാനായിട്ട് വരുന്ന തിരുപ്പതിയെ ഇതുപോലെ തന്നെയാണ് രാധ അപമാനിക്കുന്നത് പോലും. മാത്രമല്ല, കുട്ടികളില്ല എന്ന് പറഞ്ഞ് ഒരു വൈദ്യനെ കാണാനായിട്ട് ചെന്നിട്ടും വൈദ്യനടുത്തിരുന്നിട്ടും രാധ അവനെ ഒരുപാട് അപമാനിക്കും. ഇവന് കഴിവൊന്നുമില്ല, ഇവൻ വെറും നാണമില്ലാത്തവന് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു. അതെല്ലാം തിരുപ്പതിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. മാത്രവുമല്ല, കിട്ടുന്ന സമയത്തെല്ലാം അവനെ ഒരുപാട് അവൾ അപമാനിക്കുന്നുണ്ട്. മാത്രവുമല്ല, അനുദീപിന്റെയും സ്മൃതിയുടെയും മണിയറ അലങ്കരിക്കുവാനായി വന്ന സമയം തിരുപ്പതിയാണെങ്കിൽ കട്ടിൽ കണ്ടിട്ട് ഈ കട്ടില് ഞാനിന്ന് പൊളിക്കുമെന്നൊക്കെ പറയുന്ന സമയത്ത് രാധ പറയുന്നത്, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളൂല, നീ വെറും ഒരു കഴിവ് കെട്ടവനാ, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റാത്തവനാ എന്നുള്ള രീതിയിലൊക്കെ അവനെ വീണ്ടും അപമാനിക്കുന്നു. അത് കാരണം അവന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് തിരുപ്പതി രാധയോട് പറയുന്നുണ്ട്, നീ ഒരുപാട് തവണ എന്നെ അപമാനിച്ചിരുന്നു, പക്ഷേ അന്നെന്റെ മനസ്സിൽ നീ വിതച്ച ആ ഒരു കനലുണ്ടല്ലോ, അത് കത്തി എരിഞ്ഞുകൊണ്ടേയിരുന്നു. ഞാനൊരാണല്ല, കഴിവുകെട്ടവനല്ല എന്നൊക്കെ നീ പറഞ്ഞില്ലേ, അത് കാരണം ഞാനൊരാണാണെന്നും കഴിവുള്ളവനാണെന്നും ഒക്കെ തെളിയിക്കണമെന്ന ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായി. പക്ഷേ അത് തെളിയിക്കാനായിട്ട് എനിക്കൊരു പെണ്ണിനെ വേണം, അത് നീയല്ല, മറ്റേതെങ്കിലും ഒരു സ്ത്രീ. അങ്ങനെ ഒരു സമയത്തായിരുന്നു മാധവിയുടെ ആദ്യ രാത്രി നടക്കുന്ന സമയത്ത് ആ റൂമിന് പരിസരത്ത് കൂടി ഞാൻ പോയതും. ആ സമയത്ത് മാധവിയും അവളുടെ ഭർത്താവും ഫസ്റ്റ് നൈറ്റിൽ ഏർപ്പെടുന്നതെല്ലാം ഞാൻ കണ്ടു. ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, അവരവിടെ ചെയ്യുന്നതെല്ലാം എനിക്ക് അവിടെ ഫീല് ചെയ്യുവാനായും പറ്റി. അപ്പോൾ എനിക്ക് ആ മാധവിയോട് ഒരാഗ്രഹവും തോന്നി. അങ്ങനെയാ ഞാൻ ആ മാധവിയെ കടത്തിക്കൊണ്ടുപോയി അവളുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതും. പക്ഷെ എന്ത് ചെയ്യാനാ, അവൾ എന്റെ മുഖം കണ്ടു കഴിഞ്ഞു. മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനെയാ ഞാൻ അവളെ കൊന്നു കളഞ്ഞതും. പിന്നീട് എനിക്കതൊരു ഹരമായിട്ട് മാറി. ഇതുപോലെ ഫസ്റ്റ് നൈറ്റ് കഴിയുന്ന പെൺകുട്ടികളെ എല്ലാം കടത്തിക്കൊണ്ട് പോയിട്ട് അവരെയെല്ലാം ഞാൻ റേപ്പ് ചെയ്ത് കൊന്നു. ഫസ്റ്റ് നൈറ്റിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവരൊക്കെ പറയുന്ന സമയത്ത് എന്റെ സിരകളിലൂടെ അതെല്ലാം കടന്നു പോകും. എനിക്ക് മറ്റൊരു ഫീലിങ്സ് ഉണ്ടാകുന്നു. അങ്ങനെയാ ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം തിരുപ്പതി രാധയോട് പറയുന്നു. രാധയ്ക്കാണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് വല്ലാതെ ദേഷ്യം വരും. ഓരോ പെൺകുട്ടികളെ കൊല്ലുന്നതിലും അവനാണെങ്കിൽ ആനന്ദം കണ്ടെത്തിയിരുന്നു. രാധ കാരണമാണ് അവൻ ഇങ്ങനെ ആയതെന്നാണ് അവൻ പറയുന്നതും. അവനാണെങ്കിൽ സ്മൃതിയും വേണമായിരുന്നു. അവൻ ഉടനെ തന്നെ രാധയെ തള്ളി മാറ്റിയിട്ട് സ്മൃതിക്ക് അടുത്തേക്ക് പോകുവാനായി നോക്കും. എന്നാൽ രാധ ഒരുപാട് തടയുവാനായും ശ്രമിക്കുന്നുണ്ട്. രാധയെ ഒരു ചെളിയിലേക്ക് തള്ളിയിട്ടിട്ടാണ് ഒടുവിൽ തിരുപ്പതിയാണെങ്കിൽ കിണറിനുള്ളിലേക്ക് ഇറങ്ങുന്നതും. എന്നിട്ട് സ്മൃതിയെ അവൻ റേപ്പ് ചെയ്യുവാനായി ശ്രമിക്കുന്ന സമയം തന്നെയായിരുന്നു ചെളിയിൽ നിന്നും എഴുന്നേറ്റ് രാധയാണെങ്കിൽ അവിടെ കിടന്നൊരു തൂമ്പയും എടുത്ത് കിണറിനകത്തേക്ക് ഇറങ്ങി വന്ന് തിരുപ്പതിയുടെ കഴുത്ത് വെട്ടിയെടുക്കുന്നു. എന്നിട്ട് രാധ താൻ എടുത്തിരുന്ന സാരി സ്മൃതിക്ക് അഴിച്ചു കൊടുത്തിട്ട് വെട്ടിയെടുത്ത തിരുപ്പതിയുടെ തലയുമായിട്ട് നേരെ നടന്നു പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. രാധയാണെങ്കിൽ ഇഷ്ടമല്ലാതെയാണല്ലോ തിരുപ്പതിയുമായിട്ട് വിവാഹം നടന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഇഷ്ടമല്ലാത്ത വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ രാധയ്ക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവളുടെ ആ ഫ്രസ്ട്രേഷനുകളൊക്കെ ആയിരുന്നു അവൾ തിരുപ്പതിയോട് തീർത്തുകൊണ്ടേയിരുന്നതും. അവൾ അപമാനിക്കുന്നതെന്നും താങ്ങാനാകാതെ തിരുപ്പതിയുടെ മനസ്സിലെ മനുഷ്യൻ മാറി ഒരു രാക്ഷസനായി വളർന്നുകൊണ്ടേയിരുന്നു. രാധയാൽ ഒരുപാട് അപമാനിക്കപ്പെട്ട തിരുപ്പതി അതുകൊണ്ട് തന്നെയാണ് തന്റെ ഫസ്റ്റ് നൈറ്റിൽ താൻ ഫെയിലായി പോയെങ്കിലും മറ്റുള്ളവരുടെ ഫസ്റ്റ് നൈറ്റിൽ താൻ വിജയിക്കണമെന്ന് തീരുമാനിച്ച് ഫസ്റ്റ് നൈറ്റ് കഴിയുന്ന പെൺകുട്ടികളെ എല്ലാവരെയും കൊണ്ടുപോയി ക്രൂരമായി റേപ്പ് ചെയ്ത് ഈ തിരുപ്പതി കൊല ചെയ്ത് കളഞ്ഞ് അതിലൊരു ആനന്ദം കണ്ടെത്തുന്നതും. സിനിമയുടെ തുടക്കത്തിൽ ഒരു സ്ത്രീ ഒരാളുടെ തലയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത് മറ്റാരുമല്ല രാധ തന്നെയായിരുന്നു, അതും തിരുപ്പതിയുടെ തലയുമായിട്ട്. അങ്ങനെ കേസെല്ലാം ഇപ്പോൾ കലങ്ങി തെളിഞ്ഞിരിക്കുകയാണല്ലോ. അതോടുകൂടി സിനിമയുടെ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.